സ്നോവി തൻ്റെ കാലിൽ മുഖമിട്ടുരസുന്നത് അനുഭവപ്പെട്ടിട്ടാണ് പിറ്റേന്ന് രാവിലെ ഡേവിഡ് കണ്ണു തുറക്കുന്നത്. കണ്ണുകൾ പതിയെ തുറന്ന് താഴേക്ക് നോക്കിയപ്പോൾ വാലാട്ടിക്കൊണ്ട് തന്നെ നോക്കുന്ന സ്നോവിയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഗുഡ് മോർണിംഗ് സ്നോവി കുട്ടാ. ഇന്നലെ ചെയ്ത സഹായം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഇനി അങ്ങോട്ടും ആ സഹായം ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. മൃദുവായി പറഞ്ഞുകൊണ്ട് അവൻ സ്നോവിയുടെ തലയിൽ തലോടി. ഓ, അതിനെന്താ ഡേവിച്ചായ, ഇനി ഈ വക്കീലിനെ റൊമാൻസിക്കാൻ തോന്നുമ്പോഴൊക്കെ സ്നോവി എന്ന് മുഴുവൻ വിളിക്കണ്ട, സ്നോ എന്ന് വിളിച്ചാൽ മതി, അപ്പം ഞാൻ പറഞ്ഞെത്തില്ലേ എന്ന ഭാവത്തിൽ സ്നോവി സന്തോഷത്തോടെ വീണ്ടും അവൻ്റെ കാലിൽ മുഖം ചേർത്തുരസി. എന്നാൽ പിന്നെ ഞാൻ ഫ്രഷായി എൻ്റെ നിലാവിനെ കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോയി വല്ലതും കഴിക്കാം. ഇവിടുന്നേ പച്ചവെള്ളം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതും പറഞ്ഞൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഡേവിഡ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ ഡേവിച്ചായ, പറയുന്നത് കൊണ്ടൊന്നും തോന്നല്ലേ. നിങ്ങളുടെ പെണ്ണും പിള്ളയുടെ പേര് നിലാവെന്നാണെങ്കിലും സ്വഭാവം വെച്ച് പൂതനെന്ന് വിളിക്കാനാ എനിക്ക് തോന്നുന്നത്. എടുത്ത് കിണറ്റിലെറിയാൻ തോന്നും എന്ന ഭാവത്തിൽ സ്നോവി ഡേവിയെ തന്നെ ഒന്ന് നോക്കി. അത് കണ്ട ഡേവിഡ് ചിരിച്ചുകൊണ്ട് മുഖം കഴുകി ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലേക്ക് നടന്നു കയറിയ ഡേവിഡ് സ്റ്റൗവിന് മുന്നിൽ എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന നിലയാണ് കാണുന്നത്. രാവിലെ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ പുതുമ ഇപ്പോഴും അവളിൽ തങ്ങി നിന്നിരുന്നു. ഇളം പീച്ച് നിറത്തിലുള്ള സിമ്പിൾ പ്ലെയിൻ കോട്ടൺ നൈറ്റി ആയിരുന്നു നിലയുടെ വേഷം. കുളി കഴിഞ്ഞതിനാൽ മുടി അലസമായി പിന്നിലേക്ക് കെട്ടിവെച്ചിരുന്നുവെങ്കിലും ചില നനഞ്ഞ മുടിയിഴകൾ കവിളിലേക്കും കഴുത്തിലേക്കും വഴുതി വീണ് അവളുടെ സൗന്ദര്യത്തിന് ഒരുതരം നിഷ്കളങ്കമായ ഭംഗി പകർന്നിരുന്നു. ഒച്ചയുണ്ടാക്കാതെ ഡേവിഡ് കുറച്ചു നേരം അവളെ നോക്കി നിന്നു. അവളിൽ നിന്ന് ഉയർന്ന പരിചിതമായ സുഗന്ധം അറിയാതെ തന്നെ അവൻ്റെ മനസ്സിനെ അവരുടെ പ്രണയത്തിൻ്റെ മനോഹരമായ നാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഓർമ്മകളിൽ ഒരു നിമിഷം അവന് സ്വയം നഷ്ടപ്പെട്ടു പോയി. അവളെ ശല്യപ്പെടുത്താതെ ശബ്ദമുണ്ടാക്കാതെ പതിയെ അവളുടെ പിന്നിലായി ചെന്ന് നിന്നു. പിന്നിൽ ആരോ നിൽക്കുന്ന സാന്നിധ്യം അനുഭവപ്പെട്ടതോടെ നില പതിയെ തിരിഞ്ഞു നോക്കി. ഡേവിഡിനെ കണ്ട നിമിഷം തന്നെ അവളുടെ മുഖം ചുളിഞ്ഞു. അവനവിടെ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും അവളുടെ മുഖഭാവം വ്യക്തമായി പറഞ്ഞുകൊണ്ടിരുന്നു. ആ മുഖഭാവം കണ്ടതോടെ ഡേവിഡിൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി മങ്ങിപ്പോയി. എങ്കിലും ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം പരസ്പരം നോക്കി നിന്ന ശേഷം ഡേവിഡ് പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. നില, അവൻ മൃദുവായി വിളിച്ചു. നില അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ നോട്ടം വീണ്ടും സ്റ്റൗവിലെ പാത്രത്തിലേക്ക് തിരിഞ്ഞു. അവളുടെ ആ നിശബ്ദതയ്ക്കുള്ളിൽ പോലും ഒരു മതിൽ കെട്ടിയിരിക്കുന്നുവെന്ന് ഡേവിഡിന് തോന്നി. ഒരു നിമിഷം മടിച്ചു നിന്ന ശേഷം ധൈര്യം സംഭരിച്ച് അവൻ പതിയെ അവളുടെ തൊട്ടു പിന്നിലായി എത്തി നിന്നു. വളരെ സൂക്ഷിച്ചുകൊണ്ട് അവളെ അസ്വസ്ഥതയാക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തൻ്റെ കൈകൾ മെല്ലെ അവളുടെ അരയ്ക്ക് ചുറ്റിക്കൊണ്ട് പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ച് അവളുടെ പുറത്ത് മൃദുവായി തട്ടി നിന്നു. ഒരു നിമിഷം ഞാനിങ്ങനെ നിന്നോട്ടുന്നില്ല. എത്ര നാളായി നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്. ശബ്ദത്തിൽ പതിവ് കളിയൊന്നുമില്ലായിരുന്നു. ചെറിയൊരു കൊതിയും നഷ്ടബോധവും മാത്രമായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ നിലയുടെ ശരീരം ഒന്ന് വലിഞ്ഞു. അവൻ്റെ കൈക്കുള്ളിലേക്ക് അവൾ ഒരു നിമിഷം പോലും ചാഞ്ഞില്ല. മറിച്ച് ശാന്തമായെങ്കിലും വ്യക്തമായൊരു അകലം പാലിച്ചുകൊണ്ട് അവൾ അവൻ്റെ കൈകൾ മെല്ലെ പിടിച്ച് തൻ്റെ അരയിൽ നിന്ന് മാറ്റി. ശേഷം തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഇവിടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ആ വാക്കുകൾ ഉയർന്ന ശബ്ദത്തിലായിരുന്നില്ല. പക്ഷെ അവയിലെ തണുപ്പ് ഡേവിഡിൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ തുളച്ച് കയറി. അവൻ ഒരു നിമിഷം അവിടെ നിശ്ചലനായി നിന്നു. പിടിച്ചു നിർത്താൻ ആഗ്രഹിച്ച ദൂരം ഒരൊറ്റ നിമിഷം കൊണ്ട് വീണ്ടും അവർക്കിടയിൽ തിരികെ വന്നിരുന്നു. നിലയുടെ വാക്കുകൾ കേട്ടതും ഡേവിഡിൻ്റെ കൈകൾ പതിയെ അവളുടെ അരയിൽ നിന്ന് പിൻവാങ്ങി. ഒരു നിമിഷം അവൻ അനങ്ങാതെ നിന്നു. അവളുടെ മുഖമൊന്ന് കാണാൻ അവൻ കൊതിച്ചെങ്കിലും നില തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ മുന്നിലിരിക്കുന്ന പാത്രങ്ങളിലായിരുന്നു. ഡേവിഡിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നിരാശ മിന്നി മറഞ്ഞു. സോറി, ഞാൻ ശല്യപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല, അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കൂടി അവളെ നോക്കി നിന്ന ശേഷം അവൻ തിരിഞ്ഞു നടന്നു. അവൻ്റെ കാലടികളുടെ ശബ്ദം ഓരോ ചുവടിലും അകന്നു പോകാൻ തുടങ്ങി. ഡേവിഡ് തിരിഞ്ഞു നടന്നു പോകുന്നത് നില വാതിൽക്കൽ നിന്ന് തന്നെ നോക്കി നിന്നു. അവൻ ഓരോ ചുവട് വയ്ക്കുമ്പോഴും തൻ്റെ ഓരോ വാക്കുകളും അവൻ്റെ നെഞ്ചിലേക്കാണ് കുത്തിയിറങ്ങുന്നത് എന്ന തോന്നൽ അവളെ വിട്ടുമാറിയില്ല. അവൾ പതിയെ ചുവരിൽ ചാരി നിന്നു.
കണ്ണുകൾ മുറുകെ അടച്ചപ്പോൾ ഡേവിഡിൻ്റെ വേദന നിറഞ്ഞ മുഖം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. ഡേവിഡ് ലിവിംഗ് റൂമിലെ സോഫയിൽ ചാരിയിരുന്ന് ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുകയായിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞു നിന്നത് നിലയുടെ പഴയൊരു ചിത്രം. ചിരിക്കുമ്പോൾ കണ്ണുകൾ അല്പം ചുരുണ്ടു പോകുന്ന അവന് ഏറ്റവും പ്രിയപ്പെട്ട ആ ഫോട്ടോ. ആ ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. വിരലുകൾ കൊണ്ട് അവളുടെ മുഖം മെല്ലെ തഴുകിയ ശേഷം അറിയാതെ തന്നെ ഫോൺ ചുണ്ടുകളോട് ചേർത്ത് ഒരു മുത്തം നൽകി. അതേ നിമിഷമാണ് കുഞ്ഞിപ്പാദങ്ങളുടെ ശബ്ദം അവൻ്റെ അടുത്തേക്ക് എത്തിയത്. പപ്പാ. ഡേവിഡ് പെട്ടെന്ന് തല ഉയർത്തി നോക്കി. ഇച്ചു കൗതുകത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ആരെയാ പപ്പ ഉമ്മ വെച്ചേ? ഡേവിഡ് ഒന്ന് ചിരിച്ചെങ്കിലും മറുപടി പറയാനായില്ല. കുഞ്ഞൊട്ടും സമയം കളയാതെ അവൻ്റെ കയ്യിൽ നിന്നും ഫോണ് വാങ്ങി. സ്ക്രീനിൽ തെളിഞ്ഞു നിന്ന നിലയുടെ ചിത്രം കണ്ടതും അവളുടെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു. മമ്മയാണല്ലേ? അതും പറഞ്ഞവൾ ഫോണുമായി അടുക്കളയിലേക്ക് ഓടി. മമ്മേ. അടുക്കളയിൽ പാചകത്തിലായിരുന്ന നില തിരിഞ്ഞു നോക്കി. എന്താ മോളെ? ഇതാ. ഫോൺ അവളുടെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് കുഞ്ഞ് നിഷ്കളങ്കമായി പറഞ്ഞു. പപ്പ മമ്മയുടെ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കുമായിരുന്നു. ഇച്ചുവിൻ്റെ ആ വാക്കുകൾ നിലയുടെ നെഞ്ചിൽ എവിടെയോ ആഴത്തിൽ തട്ടി. ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന തൻ്റെ പഴയ ചിത്രം അവൾ കുറച്ചു നേരം അനങ്ങാതെ നോക്കി നിന്നു. ആ ചിത്രത്തിലെ പുഞ്ചിരി ഇന്ന് സ്വന്തം മുഖത്ത് നിന്ന് എന്നോ മാഞ്ഞു പോയ പുഞ്ചിരിയാണെന്ന് അവൾക്ക് തോന്നി. അറിയാതെ അവളുടെ വിരലുകൾ സ്ക്രീനിലൂടെ ഒന്ന് മെല്ലെ നീങ്ങി. അടുത്ത ഫോട്ടോ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇരുവരും ഒരുമിച്ചുള്ള സ്വകാര്യ നിമിഷത്തിൽ എപ്പോഴോ ഡേവിഡ് എടുത്ത ഫോട്ടോ ആയിരുന്നത്. നിലയുടെ ചുണ്ടിൽ അമർത്തി ചുംബിക്കുന്ന ഡേവിഡ് അവളുടെ അറിവോടെ തന്നെ അന്നെടുത്തൊരു ഫോട്ടോ. കണ്ണുകളുടെ കോണിൽ ഈർപ്പം പടരാൻ തുടങ്ങിയെങ്കിലും അവളത് പുറത്തേക്ക് വരാൻ അനുവദിച്ചില്ല. പതിയെ തല ഉയർത്തി ലിവിംഗ് റൂമിലേക്ക് നോക്കി. അവിടെ ഡേവിഡ് നിൽക്കുകയായിരുന്നു. തന്നെ നോക്കാൻ മടിക്കുന്നത് പോലെ, കുറ്റം ചെയ്ത ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ. അവരുടെ കണ്ണുകൾ ഒരു നിമിഷം തമ്മിൽ കോർത്തു. ആ നിമിഷം നിലയുടെ മനസ്സിലൂടെ ഇന്നലെ പറഞ്ഞ ഓരോ വാക്കുകളും മിന്നൽ പോലെ കടന്നുപോയി. ഇപ്പോഴും തൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന മനുഷ്യൻ പിന്നെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? അവൾ സ്വയം ചോദിച്ചു. താനും അത്രമേൽ സ്നേഹിച്ചതല്ലേ, പിന്നെന്തിനാ അങ്ങനെയൊക്കെയും ചെയ്തത്? എന്തിനാ ഇത്രമേൽ തന്നെ വെറുപ്പിച്ചത്? മമ്മേ. എന്താ? ഇച്ചുവിൻ്റെ ആ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. നില പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് ഒരു ചെറിയ പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. ഒന്നുമില്ല മോളെ. അവൾ ഫോൺ നെഞ്ചോട് ചേർത്ത് ഒരു നിമിഷം പിടിച്ചു നിന്നു. പിന്നെ മെല്ലെ പുറത്തേക്ക് നടന്നു. ഡേവിഡ് അവളെ കണ്ടതും ഒന്നും പറയാതെ കണ്ണുകൾ താഴ്ത്തി. എന്തോ പറയാൻ നിലയുടെ ചുണ്ടുകൾ പലവട്ടം വിറച്ചെങ്കിലും ഒരു വാക്ക് പോലും പുറത്തു വന്നില്ല. അവൾ അവൻ്റെ മുന്നിലെത്തി ഫോൺ നീട്ടിക്കൊടുത്തു. ഡേവിഡ് പതിയെ അത് വാങ്ങി. രണ്ടുപേരുടെയും വിരലുകൾ ഒരു നിമിഷം പരസ്പരം സ്പർശിച്ചു. അവളുടെ വിരലുകളുടെ ആ മൃദുസ്പർശനം ഇരുവരുടെയും ഹൃദയത്തിൽ ഒരുപോലെ ഒരു വിങ്ങലുണർത്തി. പറയാൻ ബാക്കിയായിരുന്ന 1000 വാക്കുകൾ ആ നിശബ്ദ നിമിഷത്തിൽ ഒളിഞ്ഞു കിടന്നു. അതിൽ കൂടുതൽ ഒന്നും പറയാതെ നില പതിയെ തിരിഞ്ഞു. ഇച്ചു, വാ മോളെ, സ്കൂളിൽ പോകാൻ റെഡിയാവാം. അവളുടെ വിളി കേട്ടതും ഇച്ചു ഓടിയെത്തി. അവളെ കൈപിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയ നില പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് യൂണിഫോം ധരിപ്പിച്ചു. ചെറിയ മുടിയിഴകൾ ഒതുക്കി മനോഹരമായി ചീകിക്കെട്ടി കുഞ്ഞിൻ്റെ കവിളിൽ ഒരു ഉമ്മയും നൽകി. എൻ്റെ മിടുക്കി റെഡിയായല്ലോ. ഇച്ചു സന്തോഷത്തോടെ ചിരിച്ചു. ശേഷം അവളെ ഡൈനിങ് ടേബിളിലിരുത്തി ഓരോ ഉരുളയും സ്നേഹത്തോടെ വാരിക്കൊടുത്തു. ഇടയ്ക്കിടെ ഇച്ചു ഓരോ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നില അതൊക്കെ കേട്ട് ചെറുചിരിയോടെ തലയാട്ടി. അതേസമയം അടുക്കളയിൽ ഡേവിഡ് തനിക്കുള്ള ചായ സ്വയം തയ്യാറാക്കുകയായിരുന്നു. കപ്പിൽ നിന്ന് ഉയരുന്ന ആവിയിലേക്ക് കുറച്ചു നേരം നോക്കി നിന്ന ശേഷം പതിയെ ഒരു കവിൾ കുടിച്ചു. എല്ലാ ദിവസവും നില ക്ലിനിക്കിലേക്ക് പോകുന്ന വഴിക്ക് ഇച്ചുവിനെ സ്കൂളിൽ ഇറക്കി വിടുമായിരുന്നു. അവരുടെ പതിവ് അതായിരുന്നു. നില റെഡിയാവാൻ മുറിയിലേക്ക് പോയ സമയത്ത് ഹാളിൽ പപ്പയും മോളും മറ്റൊരു ലോകത്തായിരുന്നു. ഇച്ചു, പപ്പയെ പിടിക്കുമോ? പപ്പ ഒളിക്കട്ടെ? ഡേവിഡ് കുസൃതിയോടെ ചോദിച്ചതും കുഞ്ഞു പൊട്ടിച്ചിരിച്ചു. കണ്ണ് പൊത്തി എണ്ണിത്തുടങ്ങി. സോഫയുടെ പിന്നിലും തിരശീലയ്ക്ക് മറവിലും ഡൈനിങ് ടേബിളിന് ചുറ്റിലും എല്ലാവരും ഒളിച്ചു കളിച്ചു. ഓരോ തവണയും ഇച്ചു കണ്ടെത്തുമ്പോൾ ഡേവിഡ് അതിശയിക്കുന്നത് പോലെ അഭിനയിക്കും. അയ്യോ, എൻ്റെ ഇച്ചുകുട്ടി പപ്പയെ കണ്ടുപിടിച്ചല്ലോ. ആ, ഞാനല്ലേ സൂപ്പർ. ഇച്ചു അഭിമാനത്തോടെ കൈകൾ അരയിൽ കുത്തി നിന്നു. ഇനി പപ്പ എണ്ണിക്കോ, ഇച്ചു ഒളിക്കാം. ഡേവിഡ് എണ്ണി തുടങ്ങി.
ഇത്തവണ ഇച്ചു അവൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റേ മുറിയുടെ കട്ടിലിനടിയിൽ ഒളിച്ചു. ഡേവിഡ് മുഴുവൻ പരതി, പക്ഷെ എവിടെയും കണ്ടില്ല. ഇനിയിപ്പോൾ നിലയുടെ മുറിയിൽ ഉണ്ടാവോ എന്ന തോന്നലിൽ അവൻ ഡോർ തുറന്നതും സാരിയുടെ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുന്ന നിലയാണ് കാണുന്നത്. ഒരു നിമിഷം ഡേവിഡിൻ്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ തറഞ്ഞുപോയി. മുറിയിലേക്ക് കയറിയ വഴിയിൽ അവൻ പെട്ടെന്ന് നിശ്ചലനായി നിന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പ്ലീറ്റ്സ് എടുക്കാൻ ശ്രമിക്കുന്ന നിലയെ കണ്ട ആ നിമിഷം അവളുടെ ആ സൗന്ദര്യം അവനെ വീണ്ടും പഴയ നാളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ മുടിത്തലപ്പിൽ നിന്ന് വെള്ളത്തുള്ളികൾ തൂർന്നു വീഴുന്നുണ്ടായിരുന്നു. ബ്ലൗസിന് മുകളിലൂടെ കാണുന്ന അവളുടെ മാറിടം, അനാവൃതമായ വയറ് ഒരു നിമിഷം അവനെ ആ പഴയ ഡേവിഡാക്കി. നിലയുടെ ആ രൂപം അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് വേഗത്തിലാക്കി. തൻ്റെ മുന്നിൽ ഡേവിഡ് നിൽക്കുന്നത് നില കണ്ണാടിയിലൂടെയാണ് കാണുന്നത്. പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു ഞെട്ടലും ഒപ്പം നേരിയ നാണവും പടർന്നു. അവൾ തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ കയ്യിലുണ്ടായിരുന്ന സാരിത്തുമ്പ് കൊണ്ട് ശരീരം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അല്പം കടുപ്പമേറിയ സ്വരത്തിൽ പറഞ്ഞു, വാതിൽ തുറന്നിങ്ങനെ കയറി വരുമ്പോൾ ഒന്ന് നോക്കണ്ടേ? ആ വാക്കുകളിൽ ദേഷ്യത്തേക്കാൾ ഉപരി സ്വന്തം നഗ്നതയിൽ അന്യനൊരാളുടെ മുന്നിൽ പെട്ടുപോയതിൻ്റെ പെൺമടിയായിരുന്നു നിഴലിച്ചിരുന്നത്. ഒരു നിമിഷം ഡേവിഡിൻ്റെ കാലുകൾ മുന്നോട്ട് തന്നെ ചലിച്ചു. നിലയുടെ മുന്നിലേക്ക് അവൻ പതുക്കെ അടുത്ത് ചെന്നു. നിങ്ങളോടല്ലേ പറഞ്ഞ് പുറത്തിറങ്ങാൻ? എന്തായി കാണിക്കുന്നത്? നിലയുടെ വാക്കുകളിൽ ദേഷ്യവും അമ്പരപ്പും ഒരുപോലെ നിഴലിച്ചു. അവൾ തിടുക്കത്തിൽ കയ്യിലുണ്ടായിരുന്ന സാരിത്തുമ്പ് കൊണ്ട് ശരീരം കൂടുതൽ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ നോക്കി. പക്ഷേ ഡേവിഡ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ്റെ മുഖത്ത് ആ പഴയ കുസൃതിയും ഒപ്പം അവളെ പ്രകോപിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ചിരിയും വിരിഞ്ഞു. ഞാൻ എൻ്റെ മോൾ ഒളിച്ചുകളിയിൽ കണ്ടുപിടിക്കാൻ വന്നതാ. പക്ഷേ സുന്ദരിയായ എൻ്റെ ഭാര്യയെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എങ്ങനെ? കണ്ണിറുക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അവൻ അല്പം കൂടി അടുത്തു ചെന്നു. ദേ കളിക്കല്ലേ, വേഗത്തിൽ പുറത്തിറങ്ങി പോവൂ. നിലയുടെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ കൈകൾ ചുരുട്ടി അവനെ തടയാൻ നോക്കിയെങ്കിലും ഡേവിഡ് അവൾക്കൊരു അവസരം പോലും കൊടുത്തില്ല. അവൻ അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. അവളുടെ വയറിൽ അവൻ്റെ കൈകൾ കുറുമ്പ് കാട്ടി തുടങ്ങി. വിട്, എൻ്റെ കൈ വിട്. ആളുകളുടെ മുന്നിൽ നല്ലവനായി അഭിനയിക്കുന്നത് പോലെ ഇവിടെ വന്ന് ഈ തോന്നിയാസം കാണിക്കരുത്. എന്നെ തൊടാൻ നോക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ. നില ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് അടക്കാനാകാത്ത സങ്കടവും രോഷവും പുറത്തേക്ക് ചാടാൻ തുടങ്ങി. പക്ഷെ ഡേവിഡ് അവളുടെ കൈകൾ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ ദേഷ്യത്തിന് പിന്നിലുള്ള അവളുടെ വിറക്കുന്ന അതരങ്ങളും സങ്കടം നിറഞ്ഞ കണ്ണുകളും അവൻ വ്യക്തമായി കണ്ടു. എത്ര കാലം നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അകന്ന് നിൽക്കുന്നില്ല? എന്നോട് ഇത്രമാത്രം ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ഒന്ന് പറയുന്നില്ല. എന്നെ ഇത്രമാത്രം വെറുക്കുന്നതിന് മുൻപ് നീ സത്യം എന്താണെന്ന് ഒരിക്കലും പോലും അന്വേഷിച്ചോ? ഇല്ല. ഇന്ന് നീ കാണിക്കുന്നതിനൊക്കെയും ഒരിക്കലും നീ ദുഃഖിക്കുന്നില്ല. അന്ന് ഞാൻ നിന്റെ അരികിലുണ്ടായെന്ന് വരില്ല. ഡേവിഡിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വിറയലും വല്ലാത്തൊരു നിസ്സഹായതയും നിറഞ്ഞിരുന്നു. നില ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അവൻ്റെ ആ ചോദ്യം അവളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ചെന്നിടിച്ചത്. ദേഷ്യം കൊണ്ട് മുഖം ചുളിഞ്ഞുവെങ്കിലും അവൾക്ക് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. ചുണ്ടുകൾ വിറച്ചതല്ലാതെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. പറ്റുന്നില്ല അല്ലേ? എന്നോട് അകന്ന് നിൽക്കാൻ നിനക്കും കഴിയില്ലെന്നില്ല. നില, പിന്നെന്തിനാ നീ ഇതൊക്കെയും കാട്ടിക്കൂട്ടുന്നേ? കുറച്ചുകൂടി അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ അവളുടെ കാതോരം പതുക്കെ പറഞ്ഞു. നിലയുടെ ശരീരം ഒന്ന് വിറച്ചു. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ കവിളിൽ തട്ടി. അവൻ്റെ അതരങ്ങൾ അവളുടെ കഴുത്തിലും മാറിലും അലഞ്ഞു നടക്കുമ്പോൾ അവൾക്ക് എതിർക്കാനായില്ല. അവന് പ്രിയപ്പെട്ടിടങ്ങളിലൊക്കെയും അവൻ ആവേശത്തോടെ ചുംബിക്കുന്നുണ്ട്. തനിക്ക് മേൽ വീണ്ടും ആ പ്രണയത്തിൻ്റെ പിടിമുറുകുന്നതറിഞ്ഞവൾ കണ്ണു നിറഞ്ഞു തുളുമ്പിയതോടെ ഡേവിഡിൻ്റെ നെഞ്ചിൽ ശക്തിയായി അവൾ തള്ളി മാറ്റി. പൊയ്ക്കോ, എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ. എന്നെ വീണ്ടും വേദനിപ്പിക്കാനായിട്ടാണോ ഇങ്ങനെയൊക്കെയും കാണിക്കുന്നത്? എനിക്ക് വയ്യ, മടുത്തു. ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതാ. പൊട്ടിക്കരച്ചിലിൻ്റെ വക്കിലായ ആ ശബ്ദം കേട്ടതും ഡേവിഡ് ഒട്ടൊന്ന് തകർന്നു പോയി. അവളുടെ മുഖത്തെ ആ ഭാവങ്ങൾ അവൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. നില, അവൻ വീണ്ടും അവളെ വിളിച്ചെങ്കിലും നില തിരിഞ്ഞു നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി. ഡേവിഡ് അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ മുന്നിൽ നിന്ന് സാരി തലപ്പെടുത്ത് അവളുടെ മാറ മറച്ചു കൊടുത്തു. നില പ്രതികരിക്കാതെ അതുപോലെ നിന്നു. ഡേവിഡ് കുറച്ചു നേരം
അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ആ ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും സങ്കടവും അവന് മനസ്സിലായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുകയാണെന്നില്ല, ഞാനൊരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ പെണ്ണിനെ മാത്രമേ മോഹിച്ചിട്ടുള്ളൂ. ആ പെണ്ണിനെ മാത്രമേ ഞാൻ കാമിച്ചിട്ടുള്ളൂ. ആ പെണ്ണിനെ മാത്രമേ ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിഞ്ഞിട്ടുള്ളൂ. നില, എൻ്റെ പ്രണയവും മോഹവും സർവസ്വവും ആ ഒരു പെണ്ണിനെ മാത്രമാണ്. എൻ്റെ സർവ്വവ്യാപിയായ അസ്തിത്വത്തിൽ ആ ഒരു പെണ്ണിൻ്റെ അടയാളങ്ങൾ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. ആ പെണ്ണ് ആരാണെന്ന് ഞാൻ നിന്നോട് പറയണമെന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഡേവിഡ് മുറി വിട്ടിറങ്ങിയതും നില ബെഡിലിരുന്ന് മുഖം പൊത്തി കരഞ്ഞു. ഇച്ചുവിനെയും സ്കൂളിലാക്കി ക്ലിനിക്കിലേക്ക് തിരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയെ ഡേവിഡിൻ്റെ മുഖവും അവൻ പറഞ്ഞ വാക്കുകളും ആയിരുന്നു. അവളുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുടങ്ങി. ആ നേരത്താണ് താലൂക്ക് ആശുപത്രിയിലെ നഴ്സും നിലയ്ക്ക് വേണ്ടപ്പെട്ട ഗംഗ എന്ന സ്ത്രീയും വിളിക്കുന്ന. നില കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഗംഗേച്ചി, പറയൂ. നില, ഞാൻ 4-5 ദിവസമായി നിന്നെ വിളിക്കുന്നു, പക്ഷേ കോൾ കിട്ടുന്നില്ലായിരുന്നു. അത് പിന്നെ ഗംഗേച്ചി, ഞാൻ ഫോണ് ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. എനിക്ക് മടുത്തു എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട്. എല്ലാവരുടെ മുന്നിൽ നിലയിപ്പോൾ അഹങ്കാരിയാ. സ്വാതി പോലും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല ചേച്ചി. അതൊക്കെ പോട്ടെ, ചേച്ചി എന്തിനാ വിളിച്ചേ? നില, ആ മല്ലി ഇന്നലെ ഉച്ചയ്ക്ക് മരിച്ചു. അത് കേട്ടതും നിലയുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി. നില, നിനക്കറിയോ, 2 ദിവസം മുന്നേ അവൾ കോമയിൽ നിന്നും റിക്കവറായി വന്നതായിരുന്നു. നല്ല മാറ്റം ഉണ്ടായിരുന്നു. അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. പിന്നെ അവൾ എങ്ങനെ ഇന്നലെ മരിച്ചു? ബോധം വന്ന ഉടനെ നിന്നോട് എന്തൊക്കെയും പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. നിന്നെ ഫോൺ വിളിച്ച് കിട്ടാഞ്ഞപ്പോൾ അവൾ എൻ്റെ കയ്യിലൊരു ലെറ്റർ തന്നിരുന്നു. ആ നിമിഷം ഞാനത് തുറന്ന് നോക്കിയതുമില്ല. ഞാനത് ഇവിടെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതാ, പക്ഷെ ഇപ്പോഴത് കാണാനില്ല. നില, എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എനിക്കെന്തോ സംശയങ്ങൾ തോന്നുന്നു. നില ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി. കോൾ അവസാനിച്ച നിലയുടെ മനസ്സ് ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു. ഇതേ സമയം ഡേവിഡ് നിലയുടെ അച്ഛനെയും അമ്മയും കാണാൻ അവരുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. അച്ഛ, അമ്മ, ഞാൻ പറയുന്നത് സത്യ. വാശിയൊക്കെ മാറ്റിവെച്ച് നില വീണ്ടും എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ നിലയുടെ ഫ്ലാറ്റിൽ നിന്നാണ് വന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ 2 പേരും കുറച്ച് ദിവസം അവിടെ വന്ന് താമസിച്ച് നോക്ക്. അപ്പം അറിയാം നിലക്ക് എന്നോടുള്ള സ്നേഹം. അത് വേണ്ട മോനെ, നിങ്ങൾ ഒന്നിച്ചല്ലോ, അത് മതി. ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല. അതുമല്ല, അവിടെ സൗകര്യം കുറവാണല്ലോ. അച്ഛനാണത് പറഞ്ഞത്. ആര് പറഞ്ഞു അവിടെ നല്ല സൗകര്യം അച്ഛാ? അതുമല്ല, അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ മറ്റൊരു മുറിയുണ്ടല്ലോ. ഒരു നിമിഷം നിലയുടെ അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നെ സമ്മതമെന്നോണം പുഞ്ചിരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് പോയാലോ? നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ പുറത്തുണ്ട്. അതും പറഞ്ഞ ഡേവിഡ് ഉള്ളിൽ വിരിഞ്ഞ ചിരിയോടെ പുറത്തേക്ക് നടന്നു.